നീലൻ ഉമ്മറത്തെ ചെയറിൽ ചാരിക്കിടന്നു. ആ വലിയ വീട്ടിൽ ആകെ ഒരൊറ്റപ്പെടൽ. അല്ലെങ്കിലും ഒരു കൊല്ലായിട്ട് അത് ശീലാണ്. ഇടയ്ക്ക് ഭാനുമ്മ വരും എന്നതൊഴിച്ചാൽ ഈ വീട്ടിൽ താൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അടുത്ത മാസം 10-ാം തീയതിയാണ് ബാങ്കിലെ ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് തറവാട് വിറ്റ് കാശ് തിരിച്ചടയ്ക്കണം. ബ്രോക്കർ ശങ്കരേട്ടൻ വഴി ഒരു വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന തനിക്കെന്തിനാ ഇത്രയും വലിയ വീടൊക്കെ? ഓരോന്നാലോചിച്ച് കിടന്നപ്പോഴാണ് ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. നോക്കുമ്പോ നമ്പറാണ്. അവൻ സംശയത്തോടെ മെസ്സേജ് നോക്കി. ഹായ് സാർ, ഇറ്റ്സ് മീ അനഘ. മെസ്സേജ് കണ്ട ഒരു നിമിഷം സംശയത്തോടെ നെറ്റി ചുളിഞ്ഞു. പിന്നീട് DP നോക്കിയപ്പോഴാണ് കോളേജിൽ രാവിലെ പാട്ട് പാടിയ കുട്ടിയാണെന്ന് അവന് മനസ്സിലായത്. ഹലോ. അവൻ തിരിച്ചു മറുപടി നൽകിയ ശേഷം വേഗം നെറ്റ് ഓഫാക്കി. ഈ കുട്ടി എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കണേ, അതും ഈ പാതിരാത്രി? അവൻ സംശയത്തോടെ വാതിലടച്ചകത്തേക്ക് പോയി. പിറ്റേ ദിവസം അപ്പു വയ്യ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പോയില്ല. തലേ ദിവസം തല ഇറങ്ങി വീണതിനാൽ അമ്മയും പോവണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് വയ്യാത്തോണ്ട് അരുണാണ് പാല് കൊടുക്കാൻ പോയത്. ഏട്ടാ, നീ ഇന്ന് പണിക്ക് പോകുന്നുണ്ടോ? ആ, എന്തേ? പാലും പാത്രം തിണ്ണയും വെച്ചുകൊണ്ട് ആര് ചോദിച്ചു. ഞാനിന്ന് ക്ലാസ്സിൽ പോകുന്നില്ല. ആദ്യമൊക്കെയാണെങ്കിൽ എന്തായാലും കോളേജിൽ പോയേ പറ്റൂ. ഒറ്റയ്ക്ക് അവളെ പറഞ്ഞേക്ക് ഒരു മടി. നിന്നോട് കൊണ്ടാക്കുമെന്ന് ചോദിക്കാൻ തന്നതാ. എന്തായാലും നിനക്ക് പണിക്ക് പോകണല്ലോ. സാരല്ലേ, ഇന്നത്തെ ഒരു ദിവസം അവള് തനിയെ പൊക്കോട്ടെ. അത് വേണ്ട, ഞാൻ കൊണ്ടാക്കിക്കൊള്ളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അത് വേണ്ട, നീ എന്തിനാ വെറുതെ ഒരു ദിവസത്തെ പണി കളയണേ? അവൾ ബസ്സിന് പോയിക്കോളും. നീ എന്താ മനുഷ്യനെ കളിയൊക്കാണാ? ഞാൻ അവളെ കോളേജിൽ കൊണ്ടുപോയി ആക്കാന്ന്. അത് പറഞ്ഞ് അരുൺ വേഗം പോയി കുളിച്ച് റെഡിയായി. എന്തിനു ഇത്ര നേരത്തെ പോണേ? അരുൺ ഇറങ്ങാൻ നിൽക്കുന്നത് കണ്ട് അപ്പു ചോദിച്ചു. സന്ദീപിന്റെ വീട്ടിൽ പോയി ബൈക്ക് എടുത്തിട്ട് വേണം ആരതിയുടെ വീട്ടിലെത്താൻ. അവളുടെ ആ തന്തപ്പടി അവിടെ ഉണ്ടോ എന്തോ. നീ എന്തായാലും അവളെ വിളിച്ച് റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറയും. അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ നേരി കണ്ട വഴക്കാവും. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. അരുൺ പോയതും അപ്പു ആദ്യമേ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. അതുകൊണ്ട് രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ച ദോശയും ചമ്മന്തിയും കഴിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു. പിന്നീട് ഉച്ചയ്ക്കാണ് എണീറ്റത്. എഴുന്നേറ്റ് കുളിച്ച് ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു. ചോറെടുത്ത് കഴിക്കാനുള്ള മടി കൊണ്ട് ചോറ് കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഫോണിൽ നോക്കിയിരുന്ന് പിന്നീട് എപ്പോഴും ഒന്ന് ഉറങ്ങിപ്പോയി. മുറ്റത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടാണ് പിന്നീട് എണീറ്റത്. പുറത്ത് അമ്മയും ആദ്യമേയും കൂടി സംസാരിക്കുന്ന കേട്ട് അപ്പു ബെഡിൽ എണീറ്റിരുന്നു. കുറവില്ലടപ്പോ? അപ്പുന്റെ അരികിലായിരുന്ന ആരതി ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇന്നെങ്ങനെയുണ്ടായിരുന്നു? നീലം വന്നില്ലേ? കാർത്തേട്ടൻ വന്നിരുന്നു. ആ പോതിനയുടെ ഷോ ഓഫ് ആണ്, സഹിക്കാൻ പറ്റാത്ത. ഒരുമാതിരി അവളുടെ ബാംഗ്ലൂരിലൊന്നും ആണുങ്ങളില്ലാത്ത പോലെ. നീ അനഘയുടെ കാര്യമാണോ പറയണേ? ആ മെനകയുടെ തന്നെ ശവം. എനിക്ക് അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് പെരുവരുന്ന ഒരു തരിപ്പ് കയറാ. കാർത്തേന്റെ മുന്നിൽ അവള് മെയിൻ കളിക്കാൻ നിക്കാനേ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. എന്തായാലും ഇനി നീലന്റെ കോളേജിലെ പാട്ടുപടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടുള്ളൂ. എനിക്ക് വയ്യ അവളുടെ പട്ടിഷോ കാണാൻ. അങ്ങനെയാണെങ്കിൽ മോളി ഈ നാട് വിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവളുടെ മട്ടും ഭാവം ഒക്കെ കണ്ട് മിക്കവാറും ചെമ്പകശ്ശേരി ധ്രുവ കാർത്തികേയന്റെ ഭാര്യയായിട്ട് വലതുകാലം വെച്ച് കയറുന്ന തോന്നണേ. അതിന് സാധ്യതയില്ല. നീലന്റെ കല്യാണം ശരിയായിട്ടുണ്ട്. എറണാകുളത്തെ ഏതോ വലിയതായൊരു വാർത്തുകാരാ. കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഈ ഒരാഴ്ച കൊണ്ട് അനഘ കാർത്തിയേട്ടനെ വളച്ചെടുക്കാൻ എന്തും ചെയ്യും. എന്റെ ദേവി, അവളുടെ വീട്ടിലെ പാൽക്കാരിയാവുന്ന കാര്യം ആലോചിക്കാനും കൂടെ വയ്യ. എന്തായാലും നീ പെട്ടു അപ്പോ. ഞാൻ മാത്രല്ല, നീയും. അടുത്ത മാസം എന്റെ പൊന്നുമോള് ഇവിടേക്ക് വരുമല്ലോ. അപ്പൊ നീയും അവളുടെ പാൽക്കാരി. ഈ പാൽക്കാരി എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷെ ആ പോതനയുടെ ആയ കാരണം ഒരു മടി. ആരതി, ഇറങ്ങാൻ നോക്കാം. ഇപ്പൊ തന്നെ വൈകി. നിന്റെ അച്ഛനെങ്ങനെ ഇറങ്ങിയാ പിന്നെ അത് മതി ആ തന്തപ്പടിക്ക് പ്രാന്തളകാൻ. ദേരുന്നേട്ടാ, വെറുതെ എന്റെ അച്ഛനെ പറയണ്ടാട്ടാ. ആരതി ചവിട്ടി തുള്ളി പുറത്തേക്ക് പോയി. പിന്നാലെ ചിരിയോടെ അരുണും. ആരതി അരുണും തമ്മിലുള്ള ബന്ധത്തിന് ആരതിയുടെ അച്ഛന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനം ആദമ്മയുടെ ആത്മഹത്യ ഭീഷണിക്ക് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു. ഇപ്പോഴും ഈ കല്യാണം മുടക്കാൻ ഒരു കാരണം നോക്കിയിരിക്കാണ് ആരതിയുടെ അച്ഛൻ. അപ്പോ ഞാൻ ഇറങ്ങാട്ടാ. മുറ്റത്തേക്ക് ഇറങ്ങിയ അപ്പുവിനോട് യാദമ്മ പറഞ്ഞു. ആ, പിന്നെ ഒരു കാര്യം മറന്നു. ഇന്നലെ അനഘ രാത്രി നിന്നെ വിളിച്ചിരുന്നു അല്ലേ? എന്നെ വിളിച്ചു. കാത്തേന്റെ നമ്പർ ചോദിച്ചു.
എന്നോട് ചോദിച്ചു. എന്തേലുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തില്ല. അല്ല പിന്നെ എന്നോടാ ഉള്ള കളി. കാർത്തിയുടെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? അരുണാണ് അത് ചോദിച്ചത്. അത് അത് പിന്നെ ഞാനേ എനിക്ക് അത് ഒരു ദിവസം ഭാനു ചേച്ചി തന്നതാ. പാലില്ലാത്ത ദിവസം വിളിച്ചു പറയാനേ. ഇതാണോ ഇപ്പൊ വലിയ ആനക്കാര്യം? നീ അന്നൊക്കെ എന്താ പറഞ്ഞെന്ന് പറ. പെട്ടെന്ന് വിഷയം മാറ്റാനായി വായി വന്ന നുണ പറഞ്ഞ അപ്പു ചോദിച്ചു. എന്നിട്ട് എന്താവാൻ? ഞാൻ അപ്പോഴത്തെ ഒരു പൊട്ട ബുദ്ധിയില് അരുണേട്ടനെ വിളിച്ചിട്ട് നമ്പർ വാങ്ങി അവൾക്ക് കൊടുത്തു. എടി വഞ്ചകി, നീ എന്തിനാ നമ്പർ കൊടുത്തേ? ഞാൻ കരുതി അവൾ ഇമ്മാതിരി ഷോ ഓഫ് കാണിക്കുന്നു. ഇനി ഇപ്പൊ പോയ ബുദ്ധി JCB പിടിച്ചാലും കിട്ടില്ലല്ലോ. എന്നാ ശരിയടി, ഞാൻ വിളിക്കാം. ആദ്യമ്മ വണ്ടി കയറി അരുണിന്റെ കൂടെ പോയി. അതോടെ അപ്പുവിന്റെ ബാക്കിയുള്ള സമാധാനം കൂടെ പോയി. അപ്പു, നീ നാളെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? വയ്യെങ്കിൽ പോവണ്ടാട്ടാ. ഞാൻ വേണമെങ്കിൽ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. രാത്രി കിടക്കാൻ നേരം അരുൺ അവളോടായി പറഞ്ഞു. ഏട്ടനാന്ന് നോക്കില്ല, ഒറ്റ ചവിട്ടങ്ങ് വെച്ച് തന്നോണ്ടല്ലോ. ഹൗസ് കത്തുമ്പോ തന്നെ അവന് ബനാന വെട്ടണം. ഇങ്ങനെ നീ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. വയ്യെങ്കിൽ പോവണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ പോവുന്നതും പോവാത്ത എന്റെ ഇഷ്ടം, അത് നീ ഇടപെടണ്ട. അത് പറഞ്ഞ് അപ്പോ ബെഡ് റെസ്റ്റ് ചാരിയിരുന്നു. രണ്ടുപേരും ഓൺലൈനിലുണ്ട്. മിക്കവാറും രണ്ടുപേരും ചാറ്റിങ്ങിലായിരിക്കും. നീലൻ ഓൺലൈനിൽ വന്നിട്ട് 8 മിനിറ്റും 16 സെക്കൻഡും ആയി. ഇത്രയും നേരം എന്താ ഇവൻ വാട്സപ്പിൽ പരിപാടി? എന്നാലും നീ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല നീല. നീ എന്താ അപ്പു ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണേ? ഏട്ടനോട് പറ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം. നിന്റെ കുഞ്ഞമ്മ പറ്റൂ. എന്തേ? അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. കുഞ്ഞമ്മേ പറയുന്നോടി പട്ടി. അവൻ അപ്പുവിന്റെ മുടി പിടിച്ചു വലിച്ചു. ഓ, എന്റെ മുടിന്ന് വിട്ടിട്ട കാല. അയ്യോ, എന്റെ താടിന്ന് പിടിക്കിട്ട് പണ്ടരക്കാരി വിടറി. നാട്ടുകാരെ ഓടി വരണേ, എന്നെ കൊല്ലണേ. അപ്പു വിളിച്ചു കൂവിയതും അമ്മയും അച്ഛനും ഓടി വന്നു. പാതിരാത്രി കിടന്ന് ഉറങ്ങാതെ രണ്ടും കൂടെ തല്ലുകൂടുക. അമ്മ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ഇനി ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം കേട്ട പിന്നെ രാത്രി 2 മുറ്റത്ത് കിടക്കേണ്ടി വരും. അച്ഛൻ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. കാള പോലെ വലുതായാലും തല്ലുകൂടി നടന്നോളും. നിനക്ക് നിന്റെ റൂമിൽ കിടന്നൂടെ അപ്പു? വെറുതെ അവള് ഓരോ ഏഷ്യനെ കൂട്ടി ആ ചെക്കനെ കൂടെ ചീത്ത കേൾപ്പിക്കും. ഞാനല്ല, അമ്മയുടെ മകനെ ഏഷ്യനെ. ഇവനല്ലേ മുടി പിടിച്ചു വലിച്ചേ. നീ എന്നെ തെറി വിളിച്ചു കൊണ്ടല്ലേടി? കുഞ്ഞമ്മാന്ന് വിളിച്ച ഏത് വഴിക്ക് തെറിയാവണേ? നിർത്തി രണ്ടുപേരും. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് അപ്പു, ഒതുങ്ങിക്കോ നീ. ഇവളുടെ അമ്മൂമ്മയുടെ അമ്മായിയുടെയും കൂശുമ്പോ അസൂയ അതേപോലെ ഇവക്ക് കിട്ടിയിട്ടുണ്ട്. ഓ, അമ്മയും അമ്മയുടെ പുന്നാര മകനും അമ്മയുടെ ബന്ധുക്കളും എല്ലാം തികഞ്ഞ നല്ല ആളുകള്. എനിക്ക് മാത്രം മടിച്ച് കൂശുമ്പി അസൂയക്കാരി വായ നോക്കി. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് സമാധാനായില്ലേ? അപ്പു ദേഷ്യത്തോടെ പറഞ്ഞ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഇവൾക്ക് എല്ലാരും വൃത്തിയായിട്ട സ്വഭാവങ്ങള് എന്തൊക്കെയോ ഉണ്ടെന്നാ. അതൊക്കെ കിട്ടിയിട്ടുണ്ട്, അഹങ്കാരി. വല്ലവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇവൾ എന്താ ചെയ്യാന്ന് എനിക്കൊന്ന് കാണണം. അത് പറഞ്ഞ അമ്മ പുറത്തേക്ക് പോയി. അരുൺ തല വഴി പുതപ്പിട്ട് കിടന്നുറങ്ങി. എന്തുകൊണ്ടോ അപ്പുവിന് വല്ലാത്ത സങ്കടം വന്നു. അമ്മയുടെ കുറ്റപ്പെടുത്തൽ കൂടിയായതും അവൾക്ക് ദേഷ്യം കൂടി. മനസ്സിൽ നീലനെയും അനഘയെയും ചീത്ത വിളിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് അമ്മ പാല് കൊടുക്കാൻ പോവാൻ തീരുമാനിച്ചു. അമ്മയോടും അരുണോടും അപ്പു ഒന്നും മിണ്ടിയില്ല. ഇന്നലത്തെ പിണക്കത്തിന്റെ ഭാഗമായി മുഖവും വീർപ്പിച്ച് അവൾ പാലുമായി പുറത്തേക്ക് പോയി. അന്ന് നീലന്റെ വീട്ടിലെത്തുമ്പോൾ പതിവായി കേൾക്കാറുള്ള കുട്ടികളുടെ ശബ്ദം ഇല്ലായിരുന്നു. അപ്പു സംശയത്തോടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. സാധാരണ പാത്രം വെക്കുന്ന സ്ഥലത്ത് പാത്രം കാണാനില്ല. അടുക്കള ഭാഗത്തെ വാതിലിൽ തട്ടി കുറേ വിളിച്ചെങ്കിലും ഒരു അനക്കം ഇല്ലാത്തതിനാൽ അവൾ ഉമ്മറത്തേക്ക് നടന്നു. നീല! അവൾ 2-3 തവണ കോണിമ്പല്ലടിച്ചിട്ട് ഒരു അനക്കോ ഇല്ലാത്തതിനാൽ പാലുപാത്രം അവിടെ വെച്ചിട്ട് പോകാമെന്ന് കരുതി തിരിഞ്ഞ നീലം വാതിൽ തുറന്നു. ഓ സോറി, ഞാൻ നല്ല പാത്രം വയ്ക്കാൻ മറന്നു. രാവിലെ എണീക്കാനും ലേറ്റായി. അവൻ മുഖം അമർത്തി തുടച്ച് പുറത്തേക്ക് വന്നു. അപ്പൊ ഒന്നും മിണ്ടാതെ പാത്രം അവന് നേരെ നീട്ടി. നീലൻ പാത്രവും കൊണ്ട് അകത്തേക്ക് പോയി. രാത്രി മുഴുവനും കണ്ണി കണ്ട പെൺപിള്ളേരോട് ചാറ്റിങ് അല്ലേ? എണീക്കാൻ ലേറ്റായില്ലെങ്കിലും അത്ഭുതമുള്ളോ? നീലൻ പാൽ ഒഴിച്ച പാത്രവുമായി തിരികെ വന്നു. അപൂർണയുടെ വയ്യായക മാറിയില്ലേ? ഇന്നലെ കോളേജിൽ വന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നിരുന്നു. അവൾ ചെറിയ ദേഷ്യത്തിലാണ് അത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ.
ആരതിയോട് ചോദിച്ചപ്പോ സുഖമില്ലാത്ത കാരണം ലീവാന്ന് പറഞ്ഞു. നീലൻ തന്നെ അന്വേഷിച്ചു എന്ന് അറിഞ്ഞപ്പോ അപ്പുവിന് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ നീലന്റെ അടുത്ത ഡയലോഗിൽ തന്നെ അതില്ലാതെയായി. തന്റെ ക്ലാസ്സിൽ അനഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? അതെന്താ ഇയാള് അറിയണേ? ആ കുട്ടിക്ക് എന്റെ ഫോൺ നമ്പർ എവിടുന്ന കിട്ടിയേ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കണു, അത് കാണുമ്പോ എനിക്ക് എന്തോ പോലെ, അതാ ചോദിച്ചേ. ഇഷ്ടല്ലെങ്കിൽ അത് അവളോട് പറഞ്ഞാ പോരെ, എന്തിനാ കഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കണേ? ആ സമയം അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. അത് ഞാൻ എടുത്തടിച്ച പോലെ പറയാ, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. ആ അതൊക്കെ വിട്ടേക്ക്. തനിക്ക് ഗ്രൂപ്പ് സോങ് സെലക്ഷൻ കിട്ടാത്തത് കൊണ്ടാണോ ക്ലാസ്സിൽ വരാത്തെ? ഇതൊക്കെ തന്നോട് ആരാ പറഞ്ഞേ? ആ കുട്ടി തന്നെ, അനഘ. പിന്നെ എന്റെ കാര്യങ്ങൾ അവളാണല്ലോ തീരുമാനിക്കണേ. ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത് എനിക്ക് ആരെയും പേടിക്കാനില്ല. പിന്നെ നീലന്റെ കയ്യിൽ നിന്ന് ദേഷ്യത്തിൽ പാത്രം വാങ്ങി അവൾ പുറത്തേക്ക് നടന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ തിരികെ നടന്നു. നീല, കാര്യം നീ ട്യൂഷന് വരുമ്പോ എന്നെ പണ്ട് കുറെ അടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വെറും മനസ്സാക്ഷി കൊണ്ട് മാത്രമാണ് ഞാനിത് പറയണേ. ആ അനഘ ഒന്ന് സൂക്ഷിച്ചോ, അവളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട്. അതുകൊണ്ട് പാട്ട് പഠിക്കാൻ വന്നാൽ അത് പഠിപ്പിച്ചിട്ട് വേഗം തിരികെ പൊക്കോ, അതാണ് നിനക്ക് നല്ലത്. ഇന്നത്തെ കാലത്ത് ഇല വന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇല വീണാലും കുറ്റം കാട്ടിനാ. അതുകൊണ്ട് ബി കെയർഫുൾ. അപ്പു സീരിയസ് ആയി അവനോട് പറഞ്ഞു. നീലനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ മറ്റൊരു ഉപദേശം കൂടെ തരാം. എത്രയും പെട്ടെന്ന് എറണാകുളത്ത് ആ ചേച്ചിയായിട്ട് കല്യാണം ഉറപ്പിക്കാൻ നോക്ക്. അനഘ എങ്ങാനും നിന്റെ തലയിലായ പിന്നെ നിന്റെ ജീവിതം ഹോളോ ബ്രിക്സ് സ്മോക്ക് ആവും. എന്താവുമെന്ന്? കട്ടപ്പോക. ഇത്രയും പഠിച്ചിട്ട് ഇംഗ്ലീഷും അറിയില്ലേ? അപ്പു പിറുപിറുത്ത് പുറത്തേക്ക് നടന്നു. നീലൻ അന്തം വിട്ടകത്തേക്കും.